നജ്മ തഫ്ഷീറയോടാണ് ആദ്യത്തെ ചോദ്യം. പുതുതലമുറയിൽ വിവാഹാനന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. കാരണം സ്ത്രീകളുടെ കൂട്ടിയിരുത്തം ഉണ്ടാകുന്നു. അവിടെ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. ആൾക്കൂട്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ കാലത്ത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നല്ലൊരു ബാൻഡ് പരിപാടി വെച്ചാൽ ഏതാളുകളും ഓടി വരും. അല്ലെങ്കിൽ നല്ലൊരു പ്രഭാഷണം ഉണ്ടായാൽ, നല്ല ആക്ടിവിറ്റികൾ ഉണ്ടായാൽ, ഒന്നുമില്ല, നല്ല ചായ കുടിക്കാൻ ഒരു കട ഉണ്ടായാൽ തന്നെ ആളുകൾ ഒഴുകി വരും. ഈ ആൾക്കൂട്ടം ഉണ്ടാവുന്ന ഇടത്ത് എന്ത് ചർച്ച ചെയ്യണം, ഏതാൾക്കൂട്ടമാണ് എന്നതിനനുസരിച്ച് വേണം ആ ചർച്ച ഉരുത്തിരിയേണ്ടത്. MGMനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സിമ്പോസിയം നടത്തിയതിന് ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം പുതിയ കാലം അല്ലെങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാലെടുത്ത് വെക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുടുംബജീവിതം തന്നെയാണ്. ദാമ്പത്യ ബന്ധങ്ങളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ വികലമായ ധാരണകളാണ് ശരിയായ ധാരണകൾ എന്ന് പരത്തപ്പെടുന്നൊരു കാലത്തും. വിവാഹം ബന്ധനമാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ സത്യസന്ധമായൊരു ചോദ്യം ചോദിക്കുകയാണേ. ഈ ക്യാമറ ഒന്നും നിങ്ങളെ മേലിലേക്ക് തിരിയൂല. നിങ്ങളാരും നിങ്ങളല്ലാതെ വേറൊരാളെ നോക്കും ചെയ്യരുത്, നോക്കരുത്. കാണുന്നതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷെ നോക്കരുത്. വിവാഹം ബന്ധനമല്ല എന്ന് വിശ്വസിക്കുന്ന എത്ര ആൾക്കാരോടുണ്ട്? ഇനി നോക്കണോ? ശരി. സംഘാടകരെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇല്ലാതെ ഓലി പരിപാടി വെക്കുവോ? വിവാഹം ബന്ധനമാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? നോക്കരുതെന്ന് പറഞ്ഞിട്ടോ? ഒരു മിനിറ്റ്, എനിക്ക് നോക്കാനുള്ളൊരു ഗ്യാപ്പ് തരണം കേട്ടോ. ഇവിടുന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി, എണ്ണ ഞാൻ പറയുന്നില്ല. അതേമാതിരി സാധനം കാട്ടിയാൽ മതി. താത്തിക്കോ പെട്ടെന്ന്. ഞാൻ കണ്ട്. അത് തട്ട ശരിയാക്കാൻ പൊന്തിയതാണോ അതോ അഭിപ്രായം പറയാൻ പൊന്തിയാണോ? അല്ല, നിങ്ങളത് ഞാൻ കണ്ടു. ഓക്കെ പൊന്തിയാറുണ്ട്. ഇനി ഇപ്പുറ സൈഡിൽ നിന്ന് ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ കണ്ടു. ആ കൈ പൊന്തൽ ഞാൻ കാണുന്നുണ്ട്. ആ കൈ പൊന്തുന്നതിൻ്റെ എണ്ണം കുറവായത് ഇവിടെ ഏകദേശം ഇത്ര പ്രായത്തിന് മേലുള്ള ആൾക്കാരാണ് കൂടിയത് എന്നുള്ളതുകൊണ്ടും കൂടിയാണ്. ഇനി ഞാൻ നിങ്ങളുടെ മക്കളുടെ ഒക്കെ ഒരു യോഗം വിളിക്കാമെന്ന് വിചാരിക്കുക. ഇതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണെന്നും വിചാരിക്കുക. വിവാഹം ബന്ധനമല്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന മക്കളുടെ ഉമ്മമാർ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ വയ്ക്കുമോ? എണ്ണം കുറഞ്ഞു. ആലോചിക്ക്. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാ പൊന്തണത്. കുഴപ്പമില്ല, വളരെ അപ്പം ഞാൻ പറയുന്നത് വിവാഹം ബന്ധനമാണ് എന്നൊരു വിശ്വാസത്തിലേക്ക് നിങ്ങളെല്ലാവരും വരണം എന്നുള്ളത് കൊണ്ടല്ല. നമ്മൾ കൃത്യമായി, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കൃത്യമായി ജീവിത പരിചയമുള്ള ആളുകളാണ്. ഇത്രയും കാലം വിവാഹ ബന്ധത്തിൽ തന്നെ കുറേയധികം വർഷങ്ങളായി തുടരുന്ന ആളുകളാണ്. എന്താണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നത് നമ്മളോട് ചെയ്യുന്നത് എന്ന് അനുഭവിച്ച ആളുകളാണ്. എന്നാൽ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇസ് റിയൽ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. നമ്മൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും വിവാഹം ബന്ധനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിത പരിചയങ്ങൾ അവരിലില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞു കേട്ട, നിങ്ങൾ പറയാതെ കേട്ട അനുഭവങ്ങൾ അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കോ പറ്റിയില്ല, എന്നെക്കൊണ്ടോ ഇങ്ങനെയായി എന്ന് നിങ്ങൾ ദിവസവും പറയുന്ന പരാധീനം പറച്ചിലുകളിൽ അവരെത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ നിഗമനം, എൻ്റെ ഉമ്മാക്ക് ഇതൊന്നും പറ്റാണ്ട് പോയത് എൻ്റെ വാപ്പാനെ കെട്ടിയോണ്ടാണ് എന്നാ. അത് വാപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ പ്രശ്നമല്ല, കല്യാണത്തിൻ്റെ പ്രശ്നമാണ്. ഓരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നടത്താൻ സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളാരും മോശക്കാരാന്ന് പറയല്ല, ഞാനടക്കം. പരാതിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്നത്? അത് പരാതിയാണ്.
സമയം വളരെ പരിമിതമാണ്, ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇതിൽ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തൊരു മെസ്സേജിൽ നിന്നാണ്, എന്നാൽ അതിനപ്പുറത്തേക്ക് അവർ വരുന്ന എക്സ്പോഷറിൽ നിന്നാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്വപ്നങ്ങളിൽ നിന്നാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആത്മവിശ്വാസത്തിൽ നിന്നാണ് വിവാഹം ഒരു ബന്ധനമാണോ എന്ന സംശയത്തിലേക്ക് അവരെത്തിച്ചേരുന്നത്. കാരണം പൂർണ്ണമായും സാമ്പത്തികമായോ ഒരു പരിധിവരെ മാനസികമായോ ശാരീരികമായോ പോലും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന, ഇൻഡിപെൻഡൻസിന് കുറച്ചുകൂടി പ്രാമുഖ്യം നൽകുന്ന, അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ അങ്ങനെ ഒരു കഴിവ് നേടിയ ഒരു പരിധിവരെ, ഞാൻ ശാരീരികവും മാനസികവും എന്നല്ല പറയുന്നത്, എന്നാൽ കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നതിനുള്ള ഒരു കഴിവ് നേടിയൊരു തലമുറയാണ് കുറച്ചുകൂടി വളർന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലിയിൽ അധിക ബാധ്യതകൾ ഉണ്ടാവുന്നുവോ എന്നൊരു തോന്നലാണ് അവരിതിൽ നിന്നൊക്കെ പിടിച്ചു വെക്കുന്നത്. ആ അധിക ബാധ്യത എപ്പോഴാണ്? ഒരു പാർട്ട്ണർ ഉണ്ടാവുക ആർക്കൊരു ബാധ്യതയല്ല. നിങ്ങൾ കല്യാണം എന്ന് പറയണ്ട, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടാവും എന്ന് പറയും, അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. കാരണം പാർട്ട്ണർ ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടാണ്. നമുക്കെല്ലാവർക്കും ആണ്, മാനസികമായി ശാരീരികമായി ഫിനാൻഷ്യലി എല്ലാത്തിനും നമുക്കൊരു മനുഷ്യനുണ്ടാവുക. എന്താണ് പാർട്ട്ണർ? എനിക്കൊരാളാണ്, എന്തിനും പോകുന്ന ഒരാൾ. ആ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളും താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വളർന്നു വരുന്ന ആളുകളും താല്പര്യപ്പെടുന്നുണ്ട്. അവരിഷ്ടപ്പെടാത്ത എന്നാൽ ഒരു അമ്മായിമ്മ എമോഷനും ഉണ്ടാവുന്നു, അതുമല്ല ഓരോ പ്രശ്നം. ഒരു കുടുംബം ഉണ്ടാവുന്നു, മൂത്തച്ചി ഉണ്ടാവുന്നു, നാത്തൂനുണ്ടാവുന്നു, ഇളച്ചനുണ്ടാവുന്നു, ഇതൊക്കെയാണ് മലപ്പുറം ഭാഷ. ഇങ്ങനെ ഇതുമല്ല അവരെ പ്രശ്നം. പക്ഷേ അധികാര പ്രയോഗം ഉണ്ടാവുന്നു, അനാവശ്യ അധികാര പ്രയോഗങ്ങൾ ഉണ്ടാവുന്നു, അതിനെ ഭയക്കുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വഴി പഠിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് ആ വഴി പോഴും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി വഴി ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വഴി അറിയാം. ഇനി ആ വഴിയിലൂടെ അല്ല കേട്ടോ നീ പോകുന്നത്, ഒരു നല്ല നാഷണൽ ഹൈവേ കൂടി പോണ കുട്ടിയാണ്, നിങ്ങൾ ഓളോട് വന്നിട്ട് ഇങ്ങനെ പറയുക, ഈ പാടവരമ്പത്ത് കൂടി പോകുമ്പോൾ കുണ്ടുണ്ടാവും, കുഴി ഉണ്ടാവും, ഓക്ക് പാടവരമ്പത്ത് കൂടി പോകണ്ടല്ലോ, ഓള് പോണ നാഷണൽ ഹൈവേ കൂടിയാണ്, പാടവരമ്പാണ്, സൂക്ഷിക്കണം, അതൊക്കെ കേൾക്കണ്ടല്ലോ. നിങ്ങളൊരു അനുഭവമായിട്ട് പറയാം, പണ്ടൊക്കെ ഞങ്ങൾ പാടവരമ്പത്തിലൂടെ പോകുമ്പോൾ നോക്കണമായിരുന്നു, ചിലപ്പോൾ തെന്നി വീഴും, ഇങ്ങനെ പറയുന്നതും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം തെന്നി വീഴും, പാടത്തേക്ക് പോകും, ഇവിടെ പാടം കാണുന്നില്ല, കുറച്ചുകൂടി സുന്ദരമായ വഴിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളാണ് ഇനിയും ഉള്ളത് എന്ന ബേജാറുകൾ സൃഷ്ടിക്കേണ്ട. ഉപദേശിക്കാൻ ഞാൻ ആളൊന്നുമല്ല, എന്നാൽ പോലും ആ ബേജാറല്ല ഇനി വേണ്ടത്. ഇപ്പോൾ പോകുന്ന വേറെ വഴി കൂടിയാണ്, ഇപ്പോൾ പോകുന്നത് കുറച്ചും കൂടി എക്യുപ്ഡ് ആയിട്ടുള്ള അറിയാവുന്ന ആളുകളാണ്, അവർക്ക് വേണ്ടത് വേറെ തരത്തിലുള്ള സഹായങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റിയാൽ അനാവശ്യ അധികാര പ്രയോഗം ഒഴിവാക്കി സൗഹൃദം കൊണ്ട് നമ്മൾ അതിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ, പകരം വെക്കാൻ ശ്രമിച്ചാൽ, ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ബന്ധമാണ്. വിവാഹം ബന്ധനമാണ് എന്ന് വിചാരിക്കുന്നത് ഒരാശങ്ക കൊണ്ട് മാത്രമാണ്. വിവാഹം എന്നാൽ നിങ്ങൾക്ക് ഒരു 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 ആഡ് ചെയ്യലാണ്, കൂടിക്കിട്ടലാണ്. നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനെ ഒപ്പം കിട്ടുന്നു, ഭാര്യയോ ഭർത്താവോ ആവട്ടെ, നല്ലൊരു മനുഷ്യനെ ഒപ്പം കിട്ടുന്നു, നിന്റെ ഉത്തരവാദിത്വങ്ങളെ പങ്കിടാൻ, അങ്ങനെ പറഞ്ഞൂടെ, സ്നേഹത്തെ പങ്കിടാൻ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പങ്കിടാൻ ഒക്കെ നിങ്ങൾക്ക് ഒരാളെ കിട്ടുന്നു. അല്ലാതെ ഒരാണിന് അടിച്ചു വാരാനും തുടക്കാനും തിരുമ്പാനും അലക്കി വെക്കാനും ഒരാളെ കിട്ടുന്നു എന്നും, പെണ്ണിന് ഇതൊക്കെ പറഞ്ഞുതരാൻ അല്ലെങ്കിൽ പൈസ ഇങ്ങനെ നിരന്തരം തന്നുകൊണ്ടിരിക്കാൻ, ATM പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ ഒരാളുണ്ടാവുന്നു എന്നോ പറഞ്ഞ് പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചാൽ അത് തെറ്റാണ്. ആഗ്രഹിക്കുന്ന സിസ്റ്റത്തെ നമുക്ക് മാറ്റാം. ഈ പറഞ്ഞ പോലെ അധികാരത്തിൻ്റെ ഭാഷ, അധികാരത്തിൻ്റെ ഭാഷയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ കുറച്ച് തേനും ചേർത്ത് പറഞ്ഞാൽ ഇത് മതി. നിങ്ങളാണ് അനുഭവം കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ, നിങ്ങളാണ് ജീവിതം കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരാ ഉണ്ടാവുക, അനക്ക് എൻ്റെ കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ ഞങ്ങളെ തന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്ന കുട്ടികളൊക്കെയാണ് ഇക്കാലത്തുള്ളത്. അപ്പം അതൊന്നും അല്ല, നിങ്ങളെ നോക്കാനോ നിങ്ങൾക്ക് കാല് തിരുമ്മി തരാനോ വേണ്ടിയിട്ട്, നിങ്ങൾ 60-ാം വയസ്സിൽ നിങ്ങൾ കാല് തിരുമ്മി തരാൻ വേണ്ടിയിട്ട് എൻ്റെ 22-ാം വയസ്സിൽ ഈ കല്യാണം കഴിക്കണം എന്നുള്ളതല്ല. 23-ലും 24-ലും 30-ലും ഒക്കെ എനിക്ക് രസകരമായി മുന്നോട്ട് പോവാൻ, നീ ഒറ്റക്കാവാതിരിക്കാൻ നല്ല രസമുള്ള കുറേ മനുഷ്യന്മാരെ കൂടി ഞങ്ങൾ കൂടെ കൊണ്ടുതരാം. ഈ വിചാരിക്കുന്ന പോലെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ അല്ല, പകരം
ജീവിതം മനോഹരമാക്കുന്ന ഒരു പങ്കാളിയെ കൂടെ കൊണ്ടുതരാം. ആ പങ്കാളി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലും നിന്റെ ജീവിതം മുഷിപ്പിക്കുന്ന ആളാവില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ വിവാഹം വളരെ മനോഹരമായ ബന്ധമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. വിവാഹം മനോഹരമാവണം, ബന്ധനമല്ലാതെ ആവണം, അങ്ങനെ തന്നെയാണുള്ളത്. ഇപ്പം നമ്മുടെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ വിവാഹം ബന്ധനമാണോ അല്ല എന്ന് നമ്മൾ മറുപടി പറഞ്ഞു വെച്ചു. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പക്ഷേ മറ്റേ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച അനാവശ്യമായ ചില ചിട്ടവട്ടങ്ങൾ അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുമാറ് നമ്മളെ കുടുംബജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. ആ ചിട്ടവട്ടങ്ങളിൽ കുറേ തെറ്റുണ്ട് കേട്ടോ. ആ തെറ്റ് തിരുത്താനും കൂടി തയ്യാറായി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ബോധ്യവും കുറച്ചൊക്കെ സ്വന്തത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ധാരണയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണമെന്നുള്ളത്, ഒരു കുടുംബം വേണമെന്നുള്ളത്, ഒരു പങ്കാളി വേണമെന്നുള്ളത് ബോധ്യപ്പെടൂ എന്നുകൂടിയാണ് എനിക്ക് ഒരു തുടക്കം എന്നോണം പറഞ്ഞു വെക്കാനുള്ളത് എന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് നജ്മത്ത് ബഷീർ പറഞ്ഞതുപോലെ ആരൊക്കെയോ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പേടികളും മുമ്പേ തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചിന്താഗതികൾ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടും കൂടിയാണ് എന്നതാണ് പറഞ്ഞു വെച്ചത്.